ഒരു വാർത്ത കേട്ട് ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് അല്ലെ. എന്താണ് സംഭവം വേറൊന്നുമല്ല, പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ടുള്ള ഫിലിപ്പ് മമ്പാടിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതായിരുന്നു ന്യൂസ്. സോഷ്യൽ മീഡിയയിലൂടെ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു. കാരണം സോഷ്യൽ മീഡിയ വഴി മോട്ടിവേഷൻ സ്പീച്ച് ഒക്കെ നടത്തി അത്രയും ജനങ്ങളെ കയ്യിലെടുത്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇങ്ങനെയുള്ള ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ മാനസിക വെല്ലുവിളി നേരിട്ട് തന്റെ അടുത്ത് കൗൺസിലിങ്ങിന് 16 വയസ്സുകാരിയെ കാസർഗോഡ് ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പൊ നിലവിൽ ഫിലിപ്പ് മമ്പാടിനെതിരെ ചാർജ് ചെയ്ത വകുപ്പ് എന്ന് പറയുന്നത്. ഈ പെൺകുട്ടി കോഴിക്കോട് സ്വദേശിനിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ചേവായൂർ പോലീസാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. കോഴിക്കോടുള്ള പെൺകുട്ടിയെ കാസർഗോഡ് കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കിയെന്നൊക്കെയാണ് ന്യൂസ് വന്നിട്ടുള്ളത് അല്ലെ. അതെങ്ങനെയാണെന്നല്ലേ, ഇദ്ദേഹം മോട്ടിവേഷൻ സ്പീച്ച് ഒക്കെ നടത്തുന്ന ഒരാളാണല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പലയിടത്തും ഇദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ പോകാനുണ്ടാകും. അവിടെ എല്ലാം ഈ കുട്ടിയെയും കൊണ്ടുപോകുന്നുണ്ടാകും. അങ്ങനെയാണ് കോഴിക്കോടുള്ള ഈ പെൺകുട്ടി കാസർഗോഡ് എത്തിയത്. പിന്നെ ഇവിടെ പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ ആരും ലൈംഗികപരമായി പീഡിപ്പിച്ചെന്ന് കരുതരുത് കേട്ടോ. പലർക്കും അങ്ങനെ ഒരു വിചാരമുണ്ട്, പീഡിപ്പിച്ചെന്ന് കേൾക്കുമ്പോഴേക്കും ആ തരത്തിലേക്ക് ചിന്തിക്കുന്നത്. ഇവിടെ ആ പെൺകുട്ടിക്ക് ശാരീരികോപദ്രവം ഏൽപ്പിച്ചു എന്നുള്ളതാണ് കേസ്, അതാണ് വകുപ്പ്. അല്ലാതെ മറ്റേ തരത്തിലെ കാര്യം ചിന്തിക്കരുത് കേട്ടോ. എന്തെന്നാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ന്യൂസ് വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഈ ന്യൂസ് കണ്ട് പലരും പറയുന്നത് ഈ ന്യൂസ് ഒക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ ആരൊക്കെയോ കുടുക്കിയതാണ് എന്നൊക്കെയാണ്. ആളുകളോട് തീരെ വിശ്വാസം വരുന്നില്ല. കാരണം അത്രയും നല്ലൊരു ഇമേജ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ത്രൂ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ആർക്കായാലും വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. എന്നിരുന്നാലും ഇനി ഫിലിപ്പ് മമ്പാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഈ മലപ്പുറം പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലൊക്കെ സബ് ഇൻസ്പെക്ടറായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം സബ് ഇൻസ്പെക്ടറായി പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ പല വേദികളിലും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി ഇദ്ദേഹം നന്നായി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുപാട് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിൽ ഇദ്ദേഹം പങ്കെടുക്കുന്നു, അവിടെ പ്രസംഗിക്കുന്നു. അതെല്ലാം കേട്ട് ആളുകൾ നന്നായി മോട്ടിവേറ്റഡ് ആകുന്നു എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം എന്താക്കുന്നു, നന്നായി സംസാരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ തിരിച്ചറിയുന്നു. അതോടെ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്, എനിക്ക് പറ്റിയ പണി പോലീസ് പണിയല്ല, മോട്ടിവേഷൻ സ്പീച്ച് ആണെന്നുള്ളത്. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായ ഇദ്ദേഹം പിന്നെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ആ പോലീസ് കുപ്പായം അയച്ചു വെച്ചു. ഇദ്ദേഹം പോലീസ് കുപ്പായം അഴിക്കുന്ന സമയത്തുള്ള ഇദ്ദേഹത്തിന്റെ സാലറി എന്ന് പറയുന്നത് മാസം 80,000 രൂപ എങ്ങാനുമാണ്. അത്രയും നന്നായി സാലറി കിട്ടിക്കൊണ്ടിരുന്ന ഒരു ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഇദ്ദേഹം മോട്ടിവേഷൻ സ്പീച്ച് എന്ന മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് അല്ലേ ഇദ്ദേഹം മോട്ടിവേഷൻ മേഖലയിലേക്ക് വന്നത്. 80,000 രൂപ സാലറിയുള്ള ഒരു ജോലിക്ക് ഉപേക്ഷിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണെന്നൊക്കെയാണ് അല്ലെ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ വലിയ റിസ്ക് ഒന്നും ഇല്ല. ഇദ്ദേഹത്തിന് ഇപ്പൊ നിലവിൽ 60,000 രൂപ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് മാസ സാലറി കിട്ടുന്നുണ്ട്. മരിക്കുന്നത് വരെ ആ പെൻഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കല്ലോ. അതുകൊണ്ട് തന്നെ പോലീസ് കുപ്പായം അയച്ചു വെച്ച് മോട്ടിവേഷൻ മേഖലയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും അവിടെ സക്സസ് ആയില്ല എങ്കിൽ ഈ പെൻഷൻ കാശ് കൊണ്ട് ശിഷ്ടകാലം ജീവിച്ച് പോവാലോ. ആ ഒരു ധൈര്യത്തിൽ തന്നെ ആകണം ഇദ്ദേഹം പോലീസ് കുപ്പായം അയച്ചു വെച്ചതും മോട്ടിവേഷൻ കുപ്പായം എടുത്ത് അണിഞ്ഞതും. പക്ഷെ ഇങ്ങനെയൊക്കെ ഇദ്ദേഹം പോലീസ് കുപ്പായം അയച്ചു വെച്ച് മോട്ടിവേഷൻ മേഖലയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടെങ്കിലും പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈ മേഖലയിൽ സക്സസ് ആവുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇദ്ദേഹത്തിന് ഒരുപാട് വർക്കുകൾ വരുന്നു. പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ ഇദ്ദേഹം കൗൺസിലിംഗ് ക്ലാസ്സിന് പോകുന്നു. അവിടെ വെച്ച് ഒരുപാട് നല്ല നല്ല പ്രസംഗങ്ങൾ നടത്തുന്നു, ആളുകളെ കയ്യിലെടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഒരുപാട് വർക്കുകൾ വരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ബിസിയുള്ള മോട്ടിവേഷൻ സ്പീക്കറായി ഇദ്ദേഹം മാറുന്നു. ഇദ്ദേഹത്തിന്റെ സ്പീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരിക്കലെങ്കിലും ഇദ്ദേഹത്തിന്റെ സ്പീച്ച് കണ്ടവർക്ക് അറിയാം, നല്ലോണം ആളുകളെ സംസാരിച്ച് കയ്യിലെടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. പ്രത്യേകിച്ച് ഒരു 100 ആളിരിക്കുന്ന സദസ്സിന് മുന്നിൽ കൊണ്ടുപോയി നിർത്തി ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മൈക്ക് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഇദ്ദേഹം കസർത്തി കയറും. ആ ലെവലിൽ പെർഫോമൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അത് വല്ലാത്തൊരു കഴിവ് തന്നെയാണ് അല്ലെ. എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളുന്നില്ല. എന്തെന്നാലും ഇദ്ദേഹത്തിന്റെ കഴിവ് വെച്ച് ഇദ്ദേഹം നല്ലോണം കയറി വരുന്നു. അങ്ങനെ വന്ന് ഹൈ പെയ്ഡ് ഒരു മോട്ടിവേഷൻ സ്പീക്കറായി ഇദ്ദേഹം മാറുന്നു എന്നുള്ളതാണ്. അതായത് നല്ല ശമ്പളം വാങ്ങുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറായി ഇദ്ദേഹം മാറി. ഇപ്പൊ നിലവിൽ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ചാർജ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ആ ലെവലിലേക്കൊക്കെ മൂപ്പര് എത്തിയെന്നുള്ളതാണ്. എന്നിരുന്നാലും മൂപ്പരെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി മൂപ്പര് ഒരു സ്പീച്ച് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു മാസം എന്റെ ഇൻകം 2,16,000 രൂപ എന്റെ കഴിഞ്ഞ മാസത്തെ മോണിറ്റേഷൻസ്. അതിന് മുമ്പത്തെ മാസത്തെ എൻ്റെ മോണിറ്റേഷൻ എന്ന് പറയുന്നത് 2,62,000 രൂപ സോഷ്യൽ മീഡിയ മോണിറ്റേഷൻസ്. ഞാൻ ഏകദേശം ഒരു 70 ലക്ഷം രൂപ ഏകദേശം ഒരു 3 years കൊണ്ട് ഈ ഇലക്ട്രോണിക് ഡിവൈസ് കൊണ്ട് ഞാൻ സമ്പാദിക്കുന്നുണ്ട്. എൻ്റെ പ്രഭാഷണങ്ങൾ, എൻ്റെ ആശയങ്ങൾ, എൻ്റെ റീൽസുകൾ, എൻ്റെ ഫോട്ടോസുകളൊക്കെ ഞാൻ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ നല്ലൊരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇപ്പം നിലവിൽ ഞാൻ പോലീസുകാരനല്ല. കാരണം സർവീസ് രാജിവെച്ചുകൊണ്ട് VRS എടുത്തുകൊണ്ട് ഞാനിപ്പോൾ മോട്ടിവേഷൻ മേഖലയിലാണ്. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ കേരളത്തിലെല്ലാം ഉണ്ട്. 100 SIമാരുണ്ട് പല സ്റ്റേഷൻ. അവരൊക്കെ പറയും നിനക്ക് നല്ല സുഖമാണ്, PM ഇല്ല, ഇൻക്വസ്റ്റ് ഇല്ല, ഡ്യൂട്ടി ഇല്ല, നിനക്ക് ട്രാഫിക് ഇല്ല, ഫയലില്ല, കേസ് എൻക്വയറി ഇല്ല, മറ്റു സ്റ്റേറ്റിൽ പോകണ്ട, നിനക്ക് ആരാൽ നിയന്ത്രണമില്ല, നീ അടിച്ച് പൊളിക്കുകയല്ല മോനെ കത്തിക്കയറുന്നൊക്കെ പറയും. ഒപ്പമുള്ളവരൊക്കെ വിളിച്ചിട്ട് പറയും എടാ ഞാൻ എഴുതി കൊടുത്ത് പോകാൻ നിൽക്കുക മടുത്തണമെന്നൊക്കെ പറയും. ഇങ്ങനെ പക്ഷേ ഞാൻ പോലീസ് ജോലി മടുത്തുകൊണ്ടല്ല വന്നത് കേട്ടോ. ഞാൻ പെരുന്തമണ്ണ പോലീസ് സ്റ്റേഷനിൽ റീസെൻ്റ്ലി ഒരു 6 months വരെ പെരുന്തമണ്ണ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്തത്. പക്ഷേ ഇപ്പം ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് സർക്കാരിലേക്ക് ഞാൻ VRS എഴുതി കൊടുത്തത്. കാരണം പേഴ്സണൽ ചില കാരണങ്ങൾ മൂലം പോലീസിൽ തുടരാൻ
സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് എനിക്ക് VRS നടപടികൾ എനിക്ക് പൂർത്തിയാക്കി എന്നെ സർവീസിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തു. കുറച്ച് പെൻഡിങ് വെച്ചു. നല്ല ബെസ്റ്റർ ഓപ്ഷനൊക്കെ ഗവൺമെൻറ് തന്നു. പക്ഷെ അതൊന്നും സ്വീകരിച്ചില്ല. കാരണം എൻ്റെ മൈൻഡ് മുഴുവനും സമൂഹത്തിനകത്ത് ജോഗ്രഫിക് ലൊക്കേഷനൊക്കെ മറികടന്ന് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ പോകണം, ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വല്ലാത്തൊരു ബിലീവ് മൈൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. കാരണം പെരുന്തമണ പോലീസ് സ്റ്റേഷൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് 85,000 രൂപ മാസം ശമ്പളം കിട്ടും. പെരുന്തമണ പോലീസ് സ്റ്റേഷൻ ചുറ്റുവട്ടത്തുള്ള NCC SPCകൾ മാത്രം ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കാം, ഡ്യൂട്ടി എൻ്റെ തിരക്കും കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാം. പെരുന്തമണ പോലീസ് സ്റ്റേഷനിൽ ഫിലിപ്പമ്പട് എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ഇല്ലെങ്കിലും ആ പെരുന്തമണ പോലീസ് സ്റ്റേഷൻ സുന്ദരമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സബ് ഇൻസ്പെക്ടർമാർ കേരളത്തിലുണ്ട്. പക്ഷേ മോട്ടിവേഷൻ മേഖലയിൽ ഫിലിപ്പമ്പട് എന്ന് പറയുന്ന ഈ വ്യക്തി പെരിന്തൽമണ്ണയിൽ മാത്രം അങ്ങനെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ VRS എടുത്തത്. ഒരുപാട് പേര് എന്നോട് പറയും, സാർ ആ പോലീസ് നിങ്ങൾ ആ യൂണിഫോം അഴിക്കരുതായിരുന്നു, നിങ്ങൾ ആ സ്റ്റാർ അയച്ചത് വലിയ സങ്കടമുണ്ട്. എന്ത് സങ്കടം? അങ്ങനെ അയച്ചു വെച്ചതുകൊണ്ട് മാസം ഇപ്പൊ 2.5-2.25 ലക്ഷം റുപ്യ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പോലീസ് കുപ്പായത്തിൽ ഇത്രയും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസം പിടിക്കല്ലോ. അങ്ങനെ പോലീസ് കുപ്പായത്തിൽ 3 മാസം കിട്ടേണ്ട ശമ്പളം 1 മാസം കൊണ്ട് മേടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ എന്തുകൊണ്ടും നല്ലത്. അപ്പൊ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. പലരും ഇങ്ങേരെ കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങേര് നല്ല സാമൂഹ്യ സേവകനാണ് എന്നൊക്കെ. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയൊന്നും ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും എല്ലാ മേഖലയും തിരഞ്ഞെടുക്കുന്നത് പണത്തിന് വേണ്ടിയാണ്, വളരെ ചുരുക്കം ആളുകൾ ഒഴികെ. ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങേര് ഈ മേഖല ചൂസ് ചെയ്തത് പണത്തിന് വേണ്ടി തന്നെയാണ്. തന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് അതിലൂടെ പണം സമ്പാദിക്കാൻ വേണ്ടി തന്നെയാണ് ഇദ്ദേഹം മോട്ടിവേഷൻ മേഖല ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുമ്പോൾ എല്ലാവരും ഞാൻ ഭയങ്കര സാമൂഹ്യ സേവനം ചെയ്യാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞാലല്ലേ ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും പ്രൈം മോട്ടിവേഷൻ എന്ന് പറയുന്നത് വരുമാനം തന്നെയാണ്. നല്ല വരുമാനം പ്രതീക്ഷിച്ച് തന്നെയാണ് ഓരോരുത്തരും ഓരോ മേഖലയും ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരാളെയും കുറിച്ച് നിങ്ങൾ ഇങ്ങനെ കരുതേണ്ട ആവശ്യമില്ല. വളരെ ചുരുക്കം പേര് ഒഴികെ. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇദ്ദേഹം പല സ്ഥലത്തും റിപ്പീറ്റ് അടിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പോലീസ് കുപ്പായം അയച്ചു വെച്ചത് സമൂഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ്, ഇതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ. അതൊക്കെ ഇങ്ങനെ ചുമ്മാ തട്ടിവിടുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. ഞാൻ എന്റെ പേഴ്സണൽ ഫീലിംഗ്സ് ആണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ എന്ത് തന്നെയാലും ഇങ്ങനെയുടെ സ്പീച്ച് ആളുകൾ കയ്യിലെടുക്കാനുള്ള കഴിവ് അതിന് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അതിനിപ്പോ എന്ത് തന്നെ ആയാലും എല്ലാവർക്കും ആ കഴിവ് കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ടോപ്പിക് തന്നു കഴിഞ്ഞാണെങ്കിൽ ഞാൻ ക്യാമറക്ക് മുന്നിൽ വന്ന് നല്ലോണം അതിനെ കുറിച്ച് സംസാരിക്കും. പക്ഷെ ഇതേ എന്നെ പിടിച്ച് ഒരു 100 ആളെ മുന്നിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാണെങ്കിൽ ഈ ഒരു ലെവലിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്റെ കംഫർട്ട് സ്പേസ് ആണ്. ഇവിടെ ഞാനും ക്യാമറയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് പോകാൻ പറ്റും. ഒരു വിഷയത്തെ കുറിച്ച് എന്റെ ഐഡിയാസും തോട്ട്സും എനിക്ക് ഫ്രീ ആയി ജനങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷെ അതുപോലെ അല്ലല്ലോ ഒരു 100 ആളെ മുന്നിൽ നമ്മളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ. അതിനുള്ള ഒരു കഴിവ് വേറെ തന്നെയാണ്. ആ കഴിവ് ഇദ്ദേഹത്തിന് നല്ലോണം ഉണ്ട്. എന്നിരുന്നാലും ഇദ്ദേഹം മോട്ടിവേഷനുമായി എത്രത്തോളം സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളത് ഇദ്ദേഹം ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിടെ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോ. എനിക്ക് വേദിയിൽ പറയാൻ മടിയൊന്നുമില്ല. എല്ലാവിധ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചൊരു വ്യക്തിയാണ് എന്റെ ബാല്യ കൗമാര കാലഘട്ടം. എന്റെ ശരീരത്തിന് ഷർട്ട് അഴിച്ചാൽ ഏകദേശം ഒരു 25ഓളം ആഴമുള്ള മുറിപ്പാടുകൾ നിങ്ങൾക്ക് എണ്ണിയെടുക്കാനുണ്ടാവും. അതെല്ലാം എന്റെ ജീവിതം എന്നെ മുൻപോട്ട് നയിക്കുന്ന ആഴമേറിയ മുറിപ്പാടുകളാണ്. സമൂഹം എനിക്ക് തന്ന മുറിപ്പാടുകളാണ്. അതെല്ലാം മുംബൈയുടെ തെരുവുകളിലും ചെന്നൈയിലും രാത്രിയുടെ ഇരുട്ടിന്റെ മറവിലെല്ലാം എനിക്ക് കിട്ടിയ പ്രഹരങ്ങളാണ്. പക്ഷെ ഇന്നതെല്ലാം ജീവിതത്തിന്റെ മുൻപോട്ട് തന്നെ നയിക്കപ്പെടുന്നുണ്ട് ജീവിതത്തിൽ. ഇന്ന് ഒരുപക്ഷെ ഇപ്പൊ ഞാൻ കേരള പോലീസിന്റെ ഭാഗമല്ല, നിങ്ങളെപ്പോലെ ഞാനൊരു സിവിലിയനാണ്. 7 വർഷവും 2 മാസവും സർവീസ് നിലനിൽക്കെ രാജി എഴുതി കൊടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു. ഒരു ഫിലിപ്പ് അമ്പാടിന്റെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ അത് കേരള പോലീസിന് വലിയ നഷ്ടമൊന്നുമല്ല. ഫിലിപ്പ് അമ്പാട് എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ 100 സബ് ഇൻസ്പെക്ടർമാർ റിക്രൂട്ട് ചെയ്യാൻ സർക്കാർ സംവിധാനമുണ്ട്. പക്ഷേ എന്നെ പോലെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് സംസാരിക്കാൻ ഒരുപക്ഷെ ഫിലിപ്പ് അമ്പാട് റിക്രൂട്ട് ചെയ്യാൻ ആർക്കും കഴിഞ്ഞത് വരില്ല. എൻ്റെ ജീവിത അനുഭവങ്ങൾ ഞാൻ എൻ്റെ മക്കളോട് പങ്കുവയ്ക്കാറുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ കിട്ടാറുണ്ട്. ഇന്ന് സർക്കാർ സംവിധാനത്തിൽ 86,000 രൂപ അവസാനത്തെ ശമ്പളം വാങ്ങി 6 മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ ഇന്ന് രാജി എഴുതി കൊടുത്ത് പുറത്തു പോകുന്നു. ഇന്ന് 60,000 രൂപ പെൻഷൻ വാങ്ങുന്ന ഒരു സർക്കാർ പെൻഷൻ ആയ ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് ഞാൻ ഒരു ദിവസം 1 lakh rupees മോട്ടിവേഷൻ മേഖലയിൽ നിന്ന് ഒരു ദിവസം ഞാൻ സമ്പാദിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് സോഷ്യൽ മീഡിയയിൽ മാസം കിട്ടുന്ന 2 ലക്ഷത്തിന് മുകളിൽ കൂടാഞ്ഞിട്ട് ഓരോ മോട്ടിവേഷൻ ക്ലാസ്സിലും ഇദ്ദേഹം ചാർജ് ചെയ്യുന്ന 1 ലക്ഷത്തിന് മുകളിലാണ്. അപ്പൊ ഇതെല്ലാം കൊണ്ടും കണക്ക് കൂട്ടി കീഴ്ച നോക്കുന്ന സമയത്ത് ഇദ്ദേഹം ഓരോ മാസവും എത്ര സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാലോ. നമുക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്ന അത്രയും തുക ഇദ്ദേഹം ഓരോ മാസവും സമ്പാദിക്കുന്നുണ്ട്. എനിവേ, ഇങ്ങനെ മോട്ടിവേഷൻ സ്പീച്ച് ഒക്കെ നടത്തി ഇങ്ങനെ അതിലൂടെ നല്ല വരുമാനവും ഒക്കെ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടക്കാണ് ഇദ്ദേഹം കൗൺസിലിംഗ് തുടങ്ങുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ തന്റെ അടുത്ത് കൊണ്ടുവന്നാക്കി കഴിഞ്ഞാണെങ്കിൽ അവരെ ശരിയാക്കി തരാം എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഓഫർ. അതിന്റെ ഭാഗമായി ഇദ്ദേഹത്തിന്റെ സ്പീച്ചിൽ ആകൃഷ്ടരായിട്ടുള്ള പല മാതാപിതാക്കളും എന്താക്കി അവരുടെ മക്കളെ ഇദ്ദേഹത്തിന് അടുത്ത് ചെന്ന് കൊണ്ടാക്കാൻ തുടങ്ങി. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇദ്ദേഹത്തിന്റെ സ്പീച്ചിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമായിരുന്നു അത്. അങ്ങനെ അദ്ദേഹത്തിന് അടുത്ത് കൊണ്ടു ചെന്നാക്കിയ ഒരു കുട്ടിയാണ് ഇദ്ദേഹം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് കേസായതെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ പറഞ്ഞ ഫിലിപ്പ് അമ്പാടിൽ നിന്നും ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ കുറെ കാലത്തേക്ക് ഈ കുട്ടി ആരോടും മിണ്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കുട്ടിയുടെ സ്കൂളിൽ ഈ ചൈൽഡ് ലൈൻകാരുടെ ഒരു കൗൺസിലിംഗ് സെഷൻ വരുന്നതും. അവിടെ വെച്ച് ചൈൽഡ് ലൈൻകാർ ആ സ്കൂളിൽ ഓരോ കുട്ടിയും കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടി തനിക്കുണ്ടായ അനുഭവം തുറന്ന് പറയുന്നത്. അങ്ങനെ
അങ്ങനെയാണ് ഇത് പോലീസ് കേസ് ആകുന്നതും ഫിലിപ്പ് പമ്പാടിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും. എന്തിനാലും ഈ വാർത്ത കേട്ട് പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യോ, ഇയാളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്, ഇതൊക്കെ വ്യാജ വാർത്തയാണ്, ആരും അദ്ദേഹത്തെ കുടുക്കിയതാണ് എന്നൊക്കെയുള്ള പല രീതിയിലുള്ള കമന്റുകളും വരുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരാളെ ഫേസ് കണ്ടും ഒരാളുടെ സ്പീച്ച് കണ്ടും അയാളെ വിലയിരുത്തരുത്. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഒരു മാസ്ക് വെച്ചാണ് നിൽക്കുന്നത്. ഞാൻ അടക്കമുള്ള വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിലുള്ള ഒരാളുടെ സ്വഭാവവും ഇടപഴകലും കണ്ടിട്ട് അതാണ് അയാളുടെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് നിങ്ങൾ ഒരിക്കലും വിലയിരുത്തരുത്. ഇപ്പൊ എന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് എന്റെ വ്യക്തിത്വം വിലയിരുത്തുന്ന പലരും ഉണ്ടാകും അല്ലേ. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഞാനല്ല യഥാർത്ഥ ഞാൻ. സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന എന്നെക്കാളും എത്രയോ വ്യത്യസ്തനാണ് യഥാർത്ഥ ജീവിതത്തിലുള്ള ഞാൻ. അത് എന്നോട് ഇടപഴകിയ ആളുകൾ എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഓരോരുത്തരുടെയും കാര്യം. എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വരുമാനത്തിനും ഫെയിമിനും വേണ്ടിയിട്ടാണ്. ചിലർ അതിനുവേണ്ടി ചില ഹീറോയിക് പരിവേഷങ്ങൾ സ്വീകരിക്കുന്നു, എന്നാൽ മറ്റു ചിലരോ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ചില വില്ലൻ പരിവേഷങ്ങൾ സ്വീകരിക്കുന്നു. അത്രേ ഉള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് ബാക്ക് ടു ഫിലിപ്പ് പമ്പാടിലേക്ക് തന്നെ വരാം. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം എല്ലാ വേദികളിലും ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് അമ്മയെ കുറിച്ചാണ്. ഇങ്ങനെ എവിടെ മൈക്ക് കിട്ടിയാലും അമ്മയെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാതെ ഇങ്ങനെ ആ വേദിയിൽ നിന്നും ഇറങ്ങി പോരില്ല. ഇങ്ങനെ അമ്മയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്പീച്ച് ഞാൻ കേൾപ്പിച്ചു തരാം. ജീവിതത്തില് നിങ്ങൾ ആരെ വേദനിപ്പിച്ചാലും അമ്മമാരെ വേദനിപ്പിക്കരുത്, അല്ലേ? കാരണം അമ്മ എന്ന വാക്കിന് ഒരിക്കലും അതിന് എത്രമാത്രം തലത്തിൽ കൊണ്ടിരുത്തിയാലും അതിന് പര്യായങ്ങളൊന്നുമില്ല. അമ്മ എന്ന വാക്കിന് അത്രമേൽ സുഹൃതമാണ് അമ്മ എന്ന വാക്കിന്. ശരിക്കും വിളമ്പിക്കൊടുത്ത് തനിക്ക് ചെയ്യാതെ വരുമ്പോ മക്കളെ അമ്മയ്ക്കത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്ന മാതൃസ്നേഹത്തിന്റെ പേരാണ് അമ്മ. ദൈവത്തോടുള്ള പരുവം പറച്ചിൽ സ്വന്തം പേര് പറയാൻ പലപ്പോഴും മറന്നുപോകുന്ന മറവിക്കാരിയാണ് അമ്മ. തൊടിയിലെ വാടിക്കറിഞ്ഞ ചെടികളുടെയും കരിയാപ്പിലിന്റെയും ഒക്കെ ദാഹം തീർക്കുന്ന, എന്നാൽ ഒരിക്കൽ പോലും കർഷകശ്രീ അവാർഡ് കിട്ടാത്ത മഹിളയുടെ പേരാണ് അമ്മ. നിന്റെ വരവൊന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവന അനുഭവിക്കുന്ന മാലാഖയുടെ പേരാണ് അമ്മ. ഓക്കെ, അതാണ് ഇങ്ങനെ എവിടെ അവസരം കിട്ടിയാലും അമ്മയെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ എല്ലാ സ്പീച്ചിലും പ്രതിഫലിച്ച് നിൽക്കുന്നതും അമ്മയെ കുറിച്ചുള്ള വാക്കുകൾ തന്നെയാണ് കേട്ടോ. എന്തിനും പറയുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫ്ലവേഴ്സിന്റെ ഒരു വേദിയിൽ വെച്ച് ഇങ്ങനെ അമ്മയെ കുറിച്ച് വികാരഭരിതനാവുന്നുണ്ട്. അതൊക്കെ കേട്ട് മഞ്ജുപിള്ള പൊട്ടി കരയുന്നുണ്ട്. ഞാൻ ആ സ്പീച്ച് ഒന്ന് കേൾപ്പിച്ചു തരാം. പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട്, 24-25 ആയത്തിൽ പറയുന്നുണ്ട്, പ്രായമായ മാതാവിനെ നീ ഛേ എന്ന് പോലും ഉച്ചരിക്കപ്പെടരുത്. എനിവേ ഞാൻ അമ്മയെക്കുറിച്ച് എവിടെ ഒരു വേദി കിട്ടിക്കഴിഞ്ഞാലും ഞാൻ ആ സമയവും സാന്ദർഭ്യവും ഒന്നും നോക്കാറില്ല. എത്ര വലിയ ഗസ്റ്റ് ആണെങ്കിൽ പോലും അമ്മയെക്കുറിച്ച് പറയാതെ വേദിയിൽ നിന്ന് ഞാൻ ഇറങ്ങാറില്ല. കാര്യം എനിക്ക് അത്ര റിലേറ്റഡ് അമ്മയും ഞാനുമായിട്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്ന മകനാണ്. എന്നും ഒരു മടിയില്ല എനിക്ക് അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാം. സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും സംസാരിക്കുന്ന തിരുഹൃദയമാണ് ആര്? അമ്മ. തൊടിയിലെ വാടിക്കരഞ്ഞ ചെടികളുടെയും കരിയാപ്പിലിന്റെയും വാഴയുടെയും ഒക്കെ ദാഹം തീർക്കുന്ന കർഷകശ്രീ അവാർഡ് ഒരിക്കൽ പോലും ലഭിക്കാത്ത ഒരു മഹിളയാണ് ആര്? വിളമ്പിക്കൊടുത്ത് തനിക്ക് ചെയ്യാതെ വരുമ്പോ മക്കളെ എനിക്കിത് ഇഷ്ടമല്ല മക്കളെ എന്ന് കള്ളം പറയുന്ന മാതൃസ്നേഹത്തിന്റെ തിടമ്പാണ് ആരാ പോലേട്ടാ? അമ്മ. ആരാ? ഓക്കെ, അതാണ്. ഇതൊക്കെ കേട്ട് മഞ്ജുപിള്ള പൊട്ടി കരയുന്നുണ്ട് അല്ലെ. അല്ല, ആരായാലും കരഞ്ഞു പോകും. ആ രീതിയിൽ ഉള്ളിൽ തട്ടിയാണ് ഇങ്ങനെ അമ്മയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ, പ്രത്യേകിച്ച് അമ്മയെ കുറിച്ച് വാചാലനാകുന്ന ഒരാൾ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുക എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കും തുടക്കത്തിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്തായാലും ഇദ്ദേഹത്തെ കുറിച്ച് ഇന്നലെ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഇദ്ദേഹത്തിൽ നിന്നുണ്ടായ ഒരു മോശം അനുഭവത്തെ കുറിച്ച് ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ് പങ്കുവെക്കുന്നുണ്ട്. നമ്മൾ അതൊന്ന് കണ്ടുനോക്കാം. കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടായ എൻ്റെ റിലേറ്റീവ് കൂടിയായ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് മാനസികമായിട്ടുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരാളായിരുന്നു. ആ വ്യക്തിയുടെ ഫാമിലി ആ വ്യക്തിയെ നന്നാക്കാനും ഉപദേശിക്കാനും വേണ്ടി ഈ ഫിലിപ്പ് പമ്പാടിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ വ്യക്തിയുമായിട്ട്, ആ പയ്യനുമായിട്ട് ഇയാൾ സംസാരിച്ചു തുടങ്ങുന്നു. പിന്നെ അത് ഇയാളെ ഒരു കൈൻഡ് ഓഫ് ആദ്യം ഒന്നിങ്ങനെ പറഞ്ഞു തുടങ്ങി. പിന്നെ ഇവനോടൊന്ന് എന്താ പറയുക, ഫാമിലിയുടെ ഭാഗത്തു നിന്നാട്ടോ സംസാരിക്കുന്നത്. ആ വ്യക്തി എന്താണെന്നുള്ളത് അറിയാനും ആ വ്യക്തി ആ ഫാമിലിയിൽ നിന്ന് അനുഭവിക്കുന്നത് എന്താണെന്നുള്ളതും ആ വ്യക്തിക്ക് സൊസൈറ്റി അടിച്ചേൽപ്പിച്ചിട്ടുള്ള ക്രൂരതകൾ എന്താണെന്നുള്ളതൊന്നും ഇയാൾക്ക് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ആലോചിക്കുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള നിലയിൽ അന്നൊക്കെ ഇയാൾ എനിക്ക് തോന്നുന്നു പോലീസിൽ തന്നെ ഈ പരിപാടി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ആളുകളായിട്ട് ഈ അത് ഇയാളെ മോൾഡ് ചെയ്ത് വന്നത് പോലീസിൽ തന്നെയാണ് ഇയാൾ. ഓക്കെ, ആ സർവീസിലിരിക്കുന്ന സമയത്തിന് ഇയാൾക്ക് ഇങ്ങനത്തെ ചെറിയ പരിപാടികളുണ്ട്. നാട്ടിൽ അത്യാവശ്യം ചോദിച്ച ആൾക്കാരോട്, മലപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാരോടും പോലീസുകാരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ ആ സുഹൃത്തിനെ വീട്ടിൽ വരുന്നു, ഇയാൾ സംസാരിക്കുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ മൂപ്പരിക്ക് പിന്നെ മോട്ടിവേഷനും ഇല്ല, ഈ കൊണ്ടുവന്നത് എന്തിനാന്നൊന്നുമില്ല, അങ്ങോട്ട് ഭീഷണി. മനസ്സിലായോ? ഈ മര്യാദയ്ക്ക് വീട്ടുകാരനുസരിച്ച് വിട്ടിരുന്നില്ലെങ്കിൽ നീ പുറത്തിറങ്ങില്ല, അതിനെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും മറ്റതാക്കും.
അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ആ വ്യക്തി ഒരു ട്രോമയിലേക്ക് തള്ളിയിട്ട് ഇറങ്ങിപ്പോയ ഒരു മനുഷ്യനാണ് ഇയാൾ. ഇയാൾ ഇറങ്ങിപ്പോയതിനു ശേഷം ഇമ്മീഡിയറ്റ്ലി ഈ വ്യക്തി എന്നെ വിളിച്ചെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നൊന്നും നമുക്ക് ഇതാരാന്നൊന്നും അറിയില്ല. പിന്നെയാണ് ലേറ്റർ ഓൺ ഇങ്ങനത്തെ ഇയാളുടെ ഈ ഒരു ഫെയിം ഫേസിലൊക്കെ വരുന്ന സമയത്തൊക്കെ ആ വ്യക്തി വീണ്ടും എന്നോട് പറയാറുണ്ട്, അപ്പോൾ പിന്നെ ഇവന്റെ മോട്ടിവേഷൻ ഞാൻ അനുഭവിച്ചാണ് കുറെ, ഞാൻ അത്രയും ട്രോമയിലായി പോയിരുന്നു ഒരു സമയത്ത്. ഇതൊക്കെ ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമാണ് കേട്ടോ. ഇവിടെ സീക്രട്ട് ഏജന്റ് പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ടെന്നും നമുക്ക് അറിയില്ല. എന്തെന്നാലും തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കുണ്ട അനുഭവം എന്നാണ് ഇവിടെ സീക്രട്ട് ഏജന്റ് പറഞ്ഞു വെച്ച കാര്യങ്ങളും ഇപ്പൊ ന്യൂസിൽ വന്ന കാര്യങ്ങളും മുട്ടിച്ച് വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഒക്കെ ആണെങ്കിൽ കൂടിയും കുറച്ച് ഇദ്ദേഹം ഒരു പഴഞ്ചൻ ചിന്താഗതിക്കാരനാണ് എന്നുള്ളതാണ്. അത് പറയാനും ഒരു കാരണമുണ്ട്. ഇപ്പൊ ഞാൻ ഇന്നലെ രാത്രി ഇദ്ദേഹത്തിന് അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളൊക്കെ വന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് സ്പീച്ചുകൾ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ടൈം ഞാൻ ഇന്നലെ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് കേട്ടോ. അപ്പൊ ഞാൻ ഈ കേട്ട സ്പീച്ചുകളിൽ പെട്ട ഒരു സ്പീച്ച് ഞാൻ കേൾപ്പിച്ചു തരാം. ചോദിച്ചാൽ പറയും നിന്റെ റോൾ മോഡൽ ആരാ? ചിലർ പറയും APJ അബ്ദുൽ കലാം, ചിലർ പറയും ആരാന്നൊക്കെ ചോദിച്ചാൽ അല്ലെ KR നാരായണൻ, APJ അബ്ദുൽ കലാം, എബ്രഹാം ലിങ്കൻ എന്നൊക്കെ ചിലരൊക്കെ ഇങ്ങനെ പറയും നോക്കും അല്ലെ. ചില അച്ഛനാണ് എന്റെ റോൾ മോഡൽ എന്നൊക്കെ പറയും. ഇവരോടൊക്കെ ചോദിച്ചാൽ എന്താ അവർ പറയുന്നത്? എന്റെ റോൾ മോഡൽ എന്നാലും കുട്ടിയോട് ചോദിച്ചപ്പോൾ ആരാ മോന്റെ ഇഷ്ടപ്പെട്ട ആളെന്ന് വെച്ചാൽ പറഞ്ഞു ആ പേര് അവിടെ പറയുന്നില്ല, ലൈവ് നടക്കുന്നുണ്ട്. ഏതോ ഒരു ചങ്ങായിന്റെ പേരാ പറഞ്ഞത്. അവന്റെ പരിപാടിയോ മേത്ത് തുപ്പും, കാർക്കിച്ച് തുപ്പും, തോണ്ടും മാന്തും അല്ലെ. നിങ്ങൾക്കറിയാം എന്താ ഡുപ്പിയോ? അതൊക്കെ അവന്റെ പേര്. അവനെ ഇഷ്ടം നമ്മുടെ മക്കൾക്ക്. അപ്പൊ നോക്കണം, വിരുദ്ധമായ ചില പ്രതിഭാസങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ റോൾ മോഡലായിട്ട് ഈ ആൽഫ ജനറേഷൻ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സങ്കടകരം. അവരുടെ സമയത്ത് അവരുടെ കൈകളിൽ നിന്ന് നമുക്ക് ഈ ഫോൺ പിടിച്ചു വാങ്ങാൻ പറ്റൂല. കാര്യം എന്താ? അവർ സൈബർ റിലേറ്റഡുമായി ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളാ. എന്റെ മകൻ എവിടെ, എപ്പോൾ, ആരുടെ കൂടെ, എങ്ങനെയാകും തിരിച്ചറിയാൻ പറ്റണില്ല അല്ലേ. ലോകം അങ്ങനെ ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് ആൽഫ ജനറേഷൻ എന്ന് പറയപ്പെടുന്നത് അവർക്ക് ഇന്ന് അവരോട് പറയാൻ പറ്റും, എടാ അസമയത്ത് ഇറങ്ങി നടക്കരുതെന്ന്. ഒരു തിരിച്ചു ചോദിക്കും, അസമയോ? അങ്ങനെ സമയം ഉണ്ടോ ഉമ്മ ഉപ്പ? അസമയം ഏതാ? അസമയം ഏതാ? എല്ലാം നല്ല സമയമല്ലേ? 18 വയസ്സാണ് ഞാൻ കാട്ടിത്തരാം നിങ്ങൾക്ക്. അവിടെ 18 വയസ്സാകട്ടെ, ഞാൻ കാട്ടിത്തരാം അല്ലേ. 18 വയസ്സാണ് കാത്തിക്കുക കുറച്ച് ആൾക്കാർ. ആ 18 വയസ്സാണ് നിങ്ങൾ വളർത്തിയാൽ മതി എന്നർത്ഥം അല്ലെ. രാത്രി പകലാക്കുന്നു, പകല് രാത്രിയാക്കുന്നു. ഏതെങ്കിലും മക്കൾക്ക് വിശ്വാസം ഉണ്ടോ? ഇപ്പോൾ സത്യം ഉണ്ടോ? വെള്ളിയാഴ്ച ദിവസം ചുമ നടക്കുമ്പോൾ പള്ളിയുടെ അടുത്ത് പോയി ഒരു ഒബ്സർവേഷൻ നടത്തി നോക്ക്. നിങ്ങൾ ആദ്യം പള്ളി കയറരുത്, നിങ്ങൾ ഏറ്റവും പുറകിൽ നിൽക്കുക ഒരു വെള്ളിയാഴ്ച. അത് നോക്കുക കുട്ടികൾ എന്താണ്. ഒരൊറ്റ ഒന്ന് പള്ളി കറക്റ്റ് സമയത്ത് കയറൂല. എല്ലാ വാച്ചിലൊക്കെ നോക്കിയാൽ പീക്ക് ടൈമിൽ ബൈക്കിന് മുകളിലൊക്കെ ഇരുന്ന് ചൊറിഞ്ഞ് ലാസ്റ്റ് മെസ്സേജ് കിട്ടി, അതിന് മെസ്സേജ് ഇങ്ങോട്ട് കിട്ടണം. എന്നിട്ട് അതിനും കൂടെ ഒന്നും കൂടെ അയക്കും ലാസ്റ്റ്, അതും കിട്ടണം. അപ്പൊ അങ്ങോട്ട് നോക്കും പള്ളിക്ക്. കുറെ കടയുടെ പുറകിൽ, കുറെ ബൈക്കിനകത്ത്, കൈപ്പിന്റെ പുറകിൽ, തെങ്ങിൻമൂട്ടില് ഇല്ല, കോണിക്കൂടിന്റെ അടിയിലൊക്കെ ആൾക്കാരെ കാണാം. അതാണ് ഇദ്ദേഹം പറഞ്ഞതിൽ കുറെയൊക്കെ കാര്യമുണ്ട്. പ്രത്യേകിച്ച് തൊപ്പിന്റെ കാര്യമൊക്കെ എടുത്ത് പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ എങ്കിൽ കൂടിയും ഒരു ന്യൂ ജനറേഷൻ വിരുദ്ധത ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് പ്രതിഫലിച്ച് കാണാൻ പറ്റും അല്ലെ. ഇദ്ദേഹത്തിന്റെ പല സ്പീച്ചുകളിലും ഇത് പ്രതിഫലിച്ച് കാണുന്നുണ്ട്. ഞാൻ എല്ലാം കൂടെ എടുത്തിട്ട് സമയം കൂട്ടുന്നില്ല. അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു അവസരം വരികയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇദ്ദേഹത്തിന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന കുട്ടികളോടും ഇദ്ദേഹം ഒരു പഴഞ്ച രീതികൾ സ്വീകരിച്ച് കാണണം. ഇപ്പൊ നമ്മുടെ പഴയ പാരന്റ്സ് ഒക്കെ എങ്ങനെയാണ്? കുട്ടികൾ നന്നായി അടിക്കും, ശാസിക്കും അല്ലെ. അങ്ങനെ അടിക്കുകയും ശാസിക്കുകയും ചെയ്താൽ കുട്ടികൾ നേർവഴിക്ക് വരികയുള്ളൂ എന്ന് പഴയ തലമുറ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കുറെയൊക്കെ കാര്യങ്ങൾ മാറി. ഇപ്പൊ ഏതെങ്കിലും പാരന്റ് കുട്ടിനെ അടിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് കേസാണ്. ആ ലെവലിലേക്ക് ഇന്നത്തെ തലമുറയുടെ ചിന്താഗതി മാറി എന്നുള്ളതാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇദ്ദേഹം ഈ പഴയ പാരന്റിംഗ് മൈൻഡ് സെറ്റിൽ കൗൺസിലിംഗിന് വരുന്ന കുട്ടികളോട് പെരുമാറി കാണണം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം ചൂരൽ പ്രയോഗം നടത്തി കാണണം. അതാവണം പിന്നീട് കേസായതും ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്കൊക്കെ നീങ്ങിയതും. ഇങ്ങനെ കുറിച്ച് ഒബ്സർവ് ചെയ്ത കാര്യങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ ഇതെല്ലാം. എന്തായാലും ഇവിടെ ഈ കേസിൽ ഇദ്ദേഹത്തെ കുടുക്കിയതാണോ അതോ അദ്ദേഹം തെറ്റുകാരനാണോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എനിവേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.